എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുണ്ടാക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. അത് അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ നമുക്ക് റവയും തേങ്ങയും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് റവ ഒരു പാത്രത്തിലിട്ട് കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. പത്തോ 15 മിനിറ്റ് മതിയാകും. 10 മിനിറ്റ് വെച്ചാൽ മതി, നന്നായിട്ട് കുതിർന്ന് വരും. ഇത് ഉപ്പുമാവ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രാത്രിയിലൊക്കെ നമുക്കിത് അരച്ച് വെച്ചാൽ മതിയാവും. ഇപ്പം അരി ഉഴുന്നൊന്നും അരച്ചില്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ നല്ല സോഫ്റ്റായിട്ടുള്ള റവ ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം. അപ്പം കുതിർത്ത് വെച്ചിരുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ്സോളം തേങ്ങ ചേർക്കാം. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പ് കൂടെ നമുക്കതിലൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ജാറിൽ കുറച്ച് വെള്ളം കൂടെ, ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിതുപോലെ ഈ ബാറ്റർ തയ്യാറാക്കി വെക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് പുളിപ്പിക്കാനായിട്ടങ്ങ് വയ്ക്കാം. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമുക്ക് ഇതിനുള്ളൊരു കറി തയ്യാറാക്കാം. പനീർ കറിയാണ് നമുക്ക് തയ്യാറാക്കുന്നത്. ഒരു 50 ഗ്രാംസ് ഉണ്ട് പനീറുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ക്യൂബ്സാക്കി മുറിച്ചെടുക്കാം. ഡെയിലി ചട്നിയൊക്കെ മടുത്തിരിക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു ചേഞ്ചിനായിട്ട് പനീർ കറിയൊക്കെ തയ്യാറാക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ട് 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക് അരിഞ്ഞതുണ്ട്. ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഒരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതേ അളവിൽ തന്നെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി പച്ചവാസനയൊക്കെ മാറി കളർ ഒന്ന് മാറി വരുന്നവരേക്ക് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയുടെ പച്ചവാസനയും എല്ലാം ഒന്ന് മാറട്ടെ.
അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, എരിവിനാവശ്യം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഫ്ലെയിമെല്ലാം കുറച്ച് വയ്ക്കണം. പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ഉള്ളതുകൊണ്ട്. അപ്പം പൊടികളുടെ പച്ച വാസനയെല്ലാം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം. അപ്പം നല്ലൊരു വാസനയൊക്കെ വരും ഇതിൻ്റെ മൂത്തതിൻ്റെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്, അത് ക്ലിപ്പ് നഷ്ടപ്പെട്ടതാണ്. ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കണം. വെള്ളമൊക്കെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കണം. രണ്ട് 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത ശേഷം അല്പം മല്ലിയില തൂവി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശമാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അല്പം ഇതിൻ്റെ കൂടെ ഈനോയോ അല്ലെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ രാത്രി അരച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ദോശ ഇട്ട് തുടങ്ങാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെള്ളം തിളച്ച് കൊടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് തുടച്ച് കളയാം. മിതമായ ചൂടിലാണെങ്കിൽ മാത്രമേ നമുക്ക് ദോശ നന്നായിട്ട് പരത്തിയെടുക്കാനൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് മാവ് നന്നായിട്ട് ഇളക്കി ദോശ ഇട്ട് തുടങ്ങാം. സാധാരണ നമ്മൾ സെറ്റ് ദോശയൊക്കെ ഉണ്ടാക്കില്ല, നാടൻ ദോശ, ആ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മുകൾ വശമെല്ലാം നല്ലപോലെ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ, ഇപ്പം നെയ്യാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദോശയ്ക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 സൈഡ് മൂപ്പിച്ച് നമുക്കിത് ദോശ എടുത്ത് വയ്ക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.